ഈ ഒരു ഡെലിവറി മാൻ പിസ്സ ഡെലിവറി ചെയ്യാനായിട്ട് ഒരു വീട്ടിലേക്ക് വന്നതാണ്. ഈ ഒരു പെണ്ണ് വേഗം തന്നെ കഥക് തുറന്ന് പിസ്സ കയ്യിൽ വാങ്ങിയതിന് ശേഷം എൻ്റെ കയ്യിൽ പൈസ ഇല്ല, അതുകൊണ്ട് ഓൺലൈൻ പേയ്മെന്റ് ചെയ്താൽ മതിയോ എന്ന് ചോദിക്കുകയാണ്. ആ ഡെലിവറി മാനും അതിന് സമ്മതിച്ച് അവളുടെ പേയ്മെന്റ് ഓൺലൈനായിട്ട് പേ ചെയ്യാണ്. ശേഷം അവൾ ആ ഒരു പിസ്സയും കൊണ്ട് അകത്തേക്ക് വരുന്നുണ്ട്. അവൾ ആ പിസ്സ തുറക്കുന്ന സമയത്താണ് മനസ്സിലാവുന്നത് അത് പിസ്സ അല്ലായിരുന്നു, വില കൂടിയ എന്തോ ഒരു സ്വീറ്റ് ആയിരുന്നു. അവളുടെ അമ്മയാണ് പിസ്സ ഓർഡർ ചെയ്തത്. അപ്പൊ അവള് വിചാരിക്കുകയാണ് അമ്മ തെറ്റിയിട്ട്, അല്ലെങ്കിൽ അവൾക്ക് മധുരം ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് തന്നെ അമ്മ മധുരം ഉള്ളത് ഓർഡർ ചെയ്തതാണെന്ന്. പക്ഷെ അമ്മ പറയാണ് ഇല്ല, ഞാൻ പിസ്സ തന്നെയാണ് ഓർഡർ ചെയ്തത്, ഇത് അയാൾ തെറ്റി തന്നതാന്ന് പറയുന്നുണ്ട്. അയാൾക്ക് ഇപ്പൊ തന്നെ വിളിച്ച് ഈ ഒരു സ്വീറ്റ് റിട്ടേൺ ചെയ്യാന്നും അമ്മ പറയുമ്പോൾ ആ ഒരു പെണ്ണ് അതിന് സമ്മതിക്കുന്നില്ല. ഞാൻ ഓർഡർ ചെയ്ത പിസ്സയുടെ റേറ്റ് $10, ഇതാന്ന് വെച്ചാൽ $100 സ്വീറ്റും, നമുക്കിത് തിരിച്ചു കൊടുക്കണ്ട, ഇത് തന്നെ കഴിക്കാന്ന് പറയാണ്. ആ ഒരു സമയം ഇത് മനസ്സിലാക്കിക്കൊണ്ട് ആ ഡെലിവറി മാൻ അവിടേക്ക് വരുന്നുണ്ട്. ആ ഡെലിവറി മാൻ ഈ ഒരു പെണ്ണിനോട് പറയാണ് ഞാൻ അറിയാണ്ട് പിസ്സ ഡെലിവറി ചെയ്യുന്നതിന് പകരം വേറൊരാൾ ഓർഡർ ചെയ്ത സ്വീറ്റാണ് ഇവിടെ ഡെലിവറി ചെയ്തത്, അതുകൊണ്ട് നിങ്ങളുടെ പിസ്സ എടുത്തിട്ട് എനിക്ക് ആ സ്വീറ്റ് തരുമെന്ന് ചോദിക്കുമ്പോൾ അവൾ പറയാണ് ഓ അത് നിങ്ങളെ മിസ്റ്റേക്ക് അല്ലേ, ഞാനത് ഓൾറെഡി തിന്നു കഴിഞ്ഞു, അതിനി എങ്ങനെ തിരിച്ചു തരാനാണെന്ന് ചോദിക്കുകയാണ്. എന്നാലും ആ ഡെലിവറി മാൻ അത് കുഴപ്പമില്ല, എന്നാൽ നിങ്ങൾ ഓർഡർ ചെയ്ത പിസ്സ $10 ആയിരുന്നു, ഇതിന് $100 ഉണ്ട്, ബാക്കി $90 എനിക്ക് സെൻഡ് ചെയ്ത് തരുമെന്ന് ചോദിക്കുമ്പോൾ നിങ്ങളുടെ മിസ്റ്റേക്ക് കൊണ്ട് നിങ്ങൾ ചെയ്ത തെറ്റിന് ഞാനൊന്നും പൈസ തരാൻ പോകില്ല, അതിന് സൗകര്യമില്ല എന്ന് പറഞ്ഞ് അവൾ അകത്തേക്ക് പോകാണ്. ആ ഡെലിവറി മാനും ഇനി എന്താ ചെയ്യാന്നറിയാതെ വിഷമിച്ച് പോകാണ്. കാരണം കൂടുതൽ വന്ന പൈസ അവൻ്റെ കയ്യിൽ നിന്ന് എടുത്ത് കൊടുക്കേണ്ടി വരും. അങ്ങനെ ചെന്ന് ആ പെണ്ണിന്റെ കയ്യിൽ നിന്ന് അമ്മാണെന്ന് വെച്ചാൽ ഇലക്ട്രിസിറ്റി ബില്ല് അടയ്ക്കാൻ വേണ്ടി ഫോൺ എടുക്കുമ്പോഴാണ് ഇൻസഫിഷ്യന്റ് ബാലൻസ് കാണിക്കുന്നത്. എന്താണിത് സംഭവം എന്ന് വെച്ച് നോക്കുമ്പോൾ ഈ ഒരു പെണ്ണ് ഡെലിവറി മാന് $10 അയക്കേണ്ടതിന് പകരം $1000 ആണ് അയച്ചേക്കുന്നത്. അത് അവളുടെ മിസ്റ്റേക്ക് കൊണ്ട് തെറ്റിപ്പോയതാണ്. പണ്ടൊക്കെയാണ് പണി, പിന്നെ ഇപ്പോൾ അപ്പാപ്പാണ് പണി കിട്ടുന്നത്. ആ ഡെലിവറി മാനിനെ പറ്റിക്കാൻ പോയ പെണ്ണിന് 8ന്റെ പണി തന്നെയാണ് കിട്ടിയത്. നിങ്ങൾക്ക് പിസ്സ ഇഷ്ടമാണെങ്കിൽ ഹലോ പിസ്സ എന്നൊന്ന് കമൻറ്റ് ചെയ്തേക്കണേ. പിന്നെ വീഡിയോ ലൈക്ക് ചെയ്യാനായിട്ട് മറക്കണ്ട. ഇങ്ങനൊരു പണി ആ പെണ്ണിന് കിട്ടിയത് നന്നായി എന്നുള്ളൊരു ഉറപ്പായി വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് പോണേ.